പോലീസുകാരെ നിയോഗിക്കുന്നുണ്ട്. ഇതോടെ ഇരിട്ടി ടൗണിൽ പല ആവശ്യങ്ങൾക്കും എത്തുന്ന ആളുകൾക്ക് റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തിരിച്ചു പോകുവാനുള്ള സൗകര്യം വർദ്ധിക്കും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. രാജസ്ഥാനിലെ കോട്ടയിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിലായത് പ്രകാശ് ബെർവെ. പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് അറസ്റ്റ്. പോക്സോ കോടതിയിൽ ഹാജരാക്കിയ അധ്യാപകനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം ശാസ്താനട ജംഗ്ഷന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സംഭവത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് ഭാരവാഹി KS ശാലിനിയെ NGO അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് അനുമോദിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റും മുൻ MP-യുമായ TN പ്രതാപനാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വയനാട് ദുരന്തത്തിന് ശേഷമുള്ള ശാലിനിയുടെ പ്രവർത്തനങ്ങളെ ആദരിച്ചുകൊണ്ടായിരുന്നു അനുമോദനം. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ആക്രമണം. പ്രതിയെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടു. പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് T സനിൽകുമാറിനെതിരെ ഓഫീസിനുള്ളിൽ ജീവനക്കാരുടെ മീറ്റിംഗ് നടക്കുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. പൂവച്ചൽ പുന്നാരിക്കകം സ്വദേശി സുലൈമാനാണ് ആക്രമിച്ചത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി കടയിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചു. നടുമാനൂർ അയണിത്തലക്കൽ സ്വദേശി അരുൺ G റോജിനെയും കുടുംബത്തെയുമാണ് ആക്രമിച്ചത്. 10,000 രൂപ ശശി പിരിവ് ചോദിച്ച തുക നൽകാത്തതിലാണ് മർദ്ദനം. സംഭവത്തിൽ കേസെടുക്കുമെന്ന് ആര്യനാട് CA അറിയിച്ചു. തൃശൂർ അയ്യന്തോളിൽ കുറി കഴിഞ്ഞിട്ടും നിക്ഷേപ സംഖ്യ തിരികെ നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത കേസിൽ പരാതിക്കാരിക്ക് അനുകൂല വിധി. തൃശൂർ അയ്യന്തോൾ സ്വദേശി നിദീന KS ഫയൽ ചെയ്ത ഹർജിയിലാണ് വിധി. പൂത്തോൾ സബ്സ്ക്രൈബേഴ്സ് ചിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയായിരുന്നു പരാതി. ചേച്ചി, വീട് അടിപൊളിയാട്ടോ. ഹൗസ് വാമിംഗ് പൊളിച്ചു. ഹൈടെക് വീടിന് ഹൈടെക്